വീട് ഡിസൈൻ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡിസൈനറെയോ ഏൽപ്പിക്കണം. എല്ലാവർക്കുള്ള പേടിയാണ് ആർക്കിടെക്റ്റിനെയോ ഡിസൈനറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചിലവ് കൂടുന്നുള്ളത്. കുറച്ച് കല്ലും മണ്ണും കോൺക്രീറ്റും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീടാവില്ല. വീടാവണമെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി വരണം. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ പ്രോപ്പറായിരിക്കണം, സ്പേസ് യൂട്ടിലൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത്. ഓരോ പ്ലോട്ടിലും ഓരോരോ പ്ലാനുകളാണ് സ്യൂട്ടാവുന്നത്. ഇന്ന പ്ലാനാണ്, ഇതുപോലൊരു പ്ലാനാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്ലാൻ സ്യൂട്ടാവുന്നത് ഒരു പ്ലോട്ടിലായിരിക്കും. ഇവരുടെ സൈറ്റ് ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. വീട് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഡിഫറെൻ്റ് ആകുമ്പോൾ തന്നെ സൺ പാത്ത് ഡിഫറെൻ്റ് ആവും, വിൻഡിൻ്റെ ഡയറക്ഷനിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു ജനലാണെങ്കിൽ പോലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ലൈഫ് സ്റ്റൈല് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതും ആർക്കിടെക്റ്റിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ വേറൊരു കാര്യം, പൊതുവേ പുരുഷന്മാരാണ് ഈ ആർക്കിടെക്ട്സിനെ അല്ലെങ്കിൽ ഡിസൈനേഴ്സിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. പക്ഷേ ആ ഇതിൽ നിന്നൊരു മാറ്റം വരണം. സ്ത്രീകളും വരട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി വീടിനെ പറ്റി ഒരു ധാരണയുണ്ടാവും. സോ അവരെ കൂടിയും ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാതെ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണ്, ഞാൻ ഇത്രയാണ് സ്ക്വയർ ഫീറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യമേ നമ്മുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. ബഡ്ജറ്റ് തീരുമാനിക്കാതെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ആവുന്ന സമയത്ത്, അതായത് ഇൻറ്റീരിയറിൻ്റെ എക്സിക്യൂഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അടുത്തൊരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, എങ്ങനെ നല്ലൊരു ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഡിസൈനറെ ചൂസ് ചെയ്യും എന്നുള്ളത്. ഡിസൈനറെ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആളെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. ആൾ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള സ്കോപ്പ് നമുക്കുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതായത് എല്ലാ ഡ്രോയിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതായത് കൺസ്ട്രക്ഷൻ ഡ്രോയിങ് ഉണ്ട്, MEP ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് വിസിറ്റ്. ഈ ഒരു വർക്ക് നടക്കുന്നതിനനുസരിച്ച് അതിപ്പോൾ ഓരോരോ സ്റ്റേജസിൽ അവർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടോ, അതും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആർക്കിടെക്ട്സും ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഉള്ള ബിൽഡിങ് ചെയ്യൂ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു 700 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരിക്കും വേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എത്ര ചെറിയ വീടാണെങ്കിലും ഒരു ഡിസൈനറെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.